എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ പുഴുങ്ങിയ മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ 2 ഐറ്റംസ് ആണ് കേട്ടോ. പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള 2 റെസിപ്പീസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈവനിങ് നല്ല ചൂട് കട്ടൻ്റെ ഒക്കെ ഒപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ 2 റെസിപ്പീസ് ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു മുട്ട വരിഞ്ഞ് പൊരിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടയൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 മുട്ടകളാണ് കേട്ടോ ഇതുപോലെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു 9 മുട്ടയുടെ ഒരു മസാലയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 മുട്ടയിലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മസാല നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മുട്ട നന്നായിട്ട് നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു തോടെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ മുട്ട എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയും ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കളറും കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് ഈ ഒരു മസാല അങ്ങ് ലൂസായി പോകരുത് വെള്ളം ചേർത്തിട്ട്, കുറച്ചൊരു കട്ടിക്ക് തന്നെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഈ ഒരു പാകത്തിന് ഞാനൊന്ന് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു മസാലയുടെ ഒരു ഉപ്പൊക്കെ നോക്കുക കേട്ടോ, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 9 മുട്ടയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒരിക്കലും കൂടി പോരുത് കേട്ടോ. എണ്ണ കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലയെല്ലാം മുട്ടയിൽ നിന്ന് വിട്ടിട്ട് എണ്ണയിൽ വന്ന് കിടക്കും. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ നമുക്കൊരു മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഇത് അത്യാവശ്യം ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 തവണ നമ്മളൊരു സ്പൂണും കൊണ്ട് തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ ഒരു പിടിയും കൊണ്ട് ഇതുപോലെ നിന്ന് ചുറ്റിച്ചീര് മസാല ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മസാല എല്ലാം തന്നെ ഒരു മുട്ടയിൽ തന്നെ ആയിക്കോളൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ ഒക്കെ ചെറിയ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ചൊന്ന് വെതറിയിട്ട് കൊടുക്കാവുന്നതാണ് മുകളിലായിട്ട്. ആ ഒരു മസാലപ്പൊടികളുടെ ഒരു പച്ചച്ചെവി ഒന്ന് മാറി കിട്ടണം. അത്രയും സമയം മാത്രം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റ് ഫുഡ്. മുട്ട വരിഞ്ഞ് പൊരിച്ചത് അഥവാ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായിട്ട് വന്നാലും നമുക്ക് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റാം. ഇത് കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി വലിയ വെളുത്തുള്ളി നീളത്തിൽ ഇതുപോലെ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വെളുത്തുള്ളിയും ഞാനിവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 8-10ഓളം വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വറ്റൽ മുളകും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വറ്റൽ മുളകും ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു വറ്റൽ മുളക് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒരു എണ്ണയും ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ചെറിയൊരു വാളൻ പുളി ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഞാനൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഒരു വെളുത്തുള്ളി കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 5 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ മുട്ട എടുത്തിട്ട് ആ ഒരു മുട്ട രണ്ടായിട്ട് കട്ടായി പോകാതെ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് പതിയെ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുക. രണ്ടായിട്ട് കട്ടായി പോകരുത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മുളകിൻ്റെ ഒരു കൂട്ട് ഇതുപോലെ ഒന്ന് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് ഇത്ര കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ഒരു വെളുത്തുള്ളി ഇതുപോലെ വളരെ കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു ഫ്രൈ ചെയ്ത ഒരു സവാളയാണ്. അതും കൂടി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പുവെള്ളം കൂടി നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു നാരങ്ങാനീരിൻ്റെ ഒരു മിക്സാണ്. അതും കൂടി ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു വെച്ച് കൊടുക്കുന്നതിനൊന്നും ഇത്ര കറക്റ്റ് അളവൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു കണക്ക് അറിയാമല്ലോ. ആ ഒരു രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മല്ലിയിലയും കൂടെ വേണമെങ്കിൽ അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു കഴിക്കുന്ന സമയത്ത് ഒരു പുളിവെള്ളം ഉപ്പൊക്കെ വീണ്ടും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള എഗ് ബേജോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളവും മുളകും ഉപ്പും ആ ഒരു സവാളയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളാണ്. ഇതുപോലെ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. രണ്ടും പലർക്കും അറിയാവുന്ന റെസിപ്പീസ് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.